അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ഈ അറിവിൻ്റെ മജ്ലിസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അള്ളാഹു നമ്മളെയൊക്കെ അവൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ ചേർക്കുകയും ഈമാനോടുകൂടെ ജീവിപ്പിക്കുകയും ഈമാനോടുകൂടെ മരിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. വളരെ ചെറിയൊരു കാര്യം, എന്നാൽ ഒരുപാട് നേട്ടങ്ങളുള്ള ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. തിലാവത്തിൻ്റെ സുജൂദ് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. തിലാവത്തിൻ്റെ സുജൂദിന് പാരായണത്തിൻ്റെ സുജൂദ് എന്നോ ഓത്തിൻ്റെ സുജൂദ് എന്നൊക്കെ നമുക്ക് പറയാം. എന്താണ് ഈ തിലാവത്തിൻ്റെ അല്ലെങ്കിൽ പാരായണത്തിൻ്റെ സുജൂദ്? എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ? എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അള്ളാഹു പഠിക്കാനും പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ആദ്യമായി എന്താണ് തിലാവത്തിൻ്റെ പാരായണത്തിൻ്റെ സുജൂദ്? വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് ഈ ചിഹ്നം കാണാം. ഖുർആനിൻ്റെ പേജിൻ്റെ ഒരു വശത്ത് സജദ എന്ന് എഴുതിയിട്ടുമുണ്ടാകാം. എന്താണ് ഇത് എന്ന് പലപ്പോഴും പലരും സംശയിച്ചിട്ടുണ്ടാവാം. അത് ആ സ്ഥലം കാണുന്നിടത്ത് നിങ്ങൾ സുജൂദ് ചെയ്യണം എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. അതായത് 15 സ്ഥലങ്ങളിലാണ് ഈ ചിഹ്നവും സജദ എന്നെഴുതിയതും വന്നിട്ടുണ്ടാവുക. ഈ 15 സ്ഥലങ്ങളിലും നിങ്ങൾ പാരായണം ചെയ്യുകയാണെങ്കിൽ ആ ആയത്ത് തീർന്നതിന് ശേഷം സുജൂദ് ചെയ്യൽ സുന്നത്താണ്. നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ശരി, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്യുന്നത് എങ്കിൽ അവിടെ ഓത്ത് ആയത്ത് കഴിഞ്ഞതിന് ശേഷം നിസ്കാരത്തിൽ നിങ്ങൾ തിലാവത്തിൻ്റെ സുജൂദിലേക്ക് പോകൽ സുന്നത്താണ്. ഒരു സ്ഥലത്തൊഴിച്ച് സൂറത്ത് സ്വാദിലെ സജദയുടെ ആയത്ത് പറയുന്നിടത്ത് നിസ്കാരത്തിൽ ചെയ്യേണ്ടതില്ല. അത് ശുക്രിൻ്റെ സുജൂദാണ് എന്നാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. അപ്പോൾ എന്താണ് ഈ സജദയുടെ സുജൂദിൻ്റെ പ്രത്യേകത? ഈ സുജൂദിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇദാ ഖറഅ ഇബ്നു ആദം സജദ, ആദം സന്തതി സജദയുടെ ആയത്തോതി ഫസജദ, എന്നിട്ട് സുജൂദ് ചെയ്യുകയും ചെയ്താൽ ഷെയ്ത്താൻ കരഞ്ഞുകൊണ്ട് മാറി നിൽക്കും, മാറി നിന്നിട്ട് കരയുമെന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സജദയുടെ സുജൂദ് വരുമ്പോൾ അത് ഓതിയിട്ടുണ്ടെങ്കിൽ പിശാച് നിരാശനായി മാറി നിന്നുകൊണ്ട് കരയും എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ്. എന്നിട്ട് ഷെയ്ത്താൻ പറയും, യാ വൈലി, എൻ്റെ നാശമേ, ഉമ്മിറ ഇബ്നു ആദം ബിസ്സുജൂദ്, ആദം സന്തതി സുജൂദ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടു. ഫസജദ, അവൻ സുജൂദ് ചെയ്യുകയും ചെയ്തു. ഫലഹുൽ ജന്ന, അവന് സ്വർഗമുണ്ട്. വ ഉമിർതു ബിസ്സുജൂദ്, ഞാൻ സുജൂദ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടു. ഫഅബൈതു, ഞാനാണെങ്കിൽ ധിക്കരിച്ചു, വിസമ്മതിച്ചു. ഫലിയന്നാർ, എനിക്ക് നരകമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ത്താൻ കരയും എന്ന് വിശുദ്ധമായ ഹദീസിൽ കാണാം. അപ്പോൾ ആദം സന്തതിയോട് അള്ളാഹു സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു, പിശാചിനോട് കൽപ്പിച്ചതുപോലെ. പിശാച് അനുസരിച്ചില്ല, പിശാച് ധിക്കരിച്ചു, വിസമ്മതിച്ചു, നിരസിച്ചു. അതുകൊണ്ട് അവന് നരകവും ചെയ്യുന്നവർക്ക് സ്വർഗവുമുണ്ട് എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ. അപ്പോൾ ഷെയ്ത്താനെ കരയിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം, ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സജദയുടെ ആയത്ത് കാണുന്നിടത്ത്, സജദ എന്നെഴുതിയ ആ ചിഹ്നം വരുന്നിടത്ത് ആയത്തിന് ശേഷം നിങ്ങൾ സുജൂദ് ചെയ്താൽ ഷെയ്ത്താനിൻ്റെ കരച്ചിലുറപ്പാണ് എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യാൻ എന്തൊക്കെയാണ് ബാധകമെന്നാണ്. നിസ്കാരത്തിൽ ആവശ്യമായ എല്ലാ ഷർത്തുകളും, അതായത് നിങ്ങളുടെ ശരീരവും, ഓതുന്ന ആളുടെ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്ന ആളുടെ ശരീരവും വസ്ത്രവും സ്ഥലവുമെല്ലാം നജിസിൽ നിന്ന് ശുദ്ധമായിരിക്കണം. സാധാരണ നിസ്കാരത്തിൽ നമ്മൾ അങ്ങനെ തന്നെ ആണല്ലോ ചെയ്യാറുള്ളത്. ശുദ്ധി ഉണ്ടായിരിക്കുക. രണ്ടാമത്തേത് ഔറത്ത് മറക്കുക, അതേപോലെ കിബിലക്ക് മുന്നിടുക തുടങ്ങിയ നിസ്കാരത്തിലുള്ള എല്ലാ കാര്യങ്ങളും തിലാവത്തിൻ്റെ സുജൂദിനും ബാധകമാണ്. തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ട രീതി, ഒന്നാമതായി ആദ്യമായി നിയ്യത്ത് ചെയ്യുക. ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ തിലാവത്തിൻ്റെ സുജൂദിൻ്റെ ഭാഗം എത്തിയിട്ടുണ്ടെങ്കിൽ ഖുർആൻ അവിടെ മാറ്റിവെക്കുക, എന്നിട്ട് നിയ്യത്ത് ചെയ്യാം. തിലാവത്തിൻ്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുക. ഈ തക്ബീറത്തുൽ ഇഹ്റാം നിന്ന് തന്നെ കെട്ടണമെന്നില്ല. ഇരുന്നു കൊണ്ട് ഓതുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഇരുന്നിട്ട് തന്നെ എന്ത് ചെയ്യാം, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാം. ഇരുന്നു കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് അയാൾക്ക് കെട്ടാവുന്നതാണ്. അങ്ങനെ അതിനുശേഷം പിന്നെ പ്രധാനപ്പെട്ട ഭാഗം നിസ്കാരത്തിൽ സുജൂദിലേക്ക് പോകുന്നു. നേരെ സുജൂദിലേക്ക് പോവാണ്.
തിലാവത്തിൻ്റെ സുജൂദ് ഒന്നേ ഉള്ളൂ. സാധാരണ നമ്മുടെ നിസ്കാരങ്ങളിലുള്ള 2 സുജൂദില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരൊറ്റ സുജൂദ് മാത്രം ചെയ്താൽ മതിയാകും. ഒരു സുജൂദിന് ശേഷം സലാം വിട്ടലാണ്. അപ്പോൾ സുജൂദിൽ ചൊല്ലേണ്ട ദിക്ർ സാധാരണ നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്നത് സുജൂദിൽ ചൊല്ലുന്ന ദിക്റല്ല. തിലാവത്തിൻ്റെ സുജൂദിൽ ചൊല്ലേണ്ട ദിക്ർ സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ്ക സംഅഹു വബസറഹു തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. സജദ വജ്ഹി, എൻ്റെ മുഖം സുജൂദ് ചെയ്തിരിക്കുന്നു. എൻ്റെ മുഖം സുജൂദ് ചെയ്യാന്നിരിക്കുക, എൻ്റെ മുഖത്തിൽ ഏറ്റവും ഷർഫാക്കപ്പെട്ട ഭാഗം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം മുഖം നിലത്തുകൊണ്ടുപോയി എല്ലാം അറിയുന്ന സർവാധിരാജനായ റബ്ബിൻ്റെ മുമ്പിൽ എൻ്റെ ഈ വിശുദ്ധമായ മുഖം, ശ്രേഷ്ഠമായ മുഖം കൊണ്ടുപോയി വെക്കാൻ ഞാൻ തയ്യാറാണ് എന്ന അർത്ഥത്തിലാണ്. എൻ്റെ മുഖം സുജൂദ് ചെയ്തിരിക്കുന്നു. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു, ഈ മുഖത്തെ സൃഷ്ടിച്ച ഒരാളുടെ മുന്നിൽ, ഈ മുഖത്തെ, ഈ ശരീരത്തെ സൃഷ്ടിച്ച ഒരാളുടെ മുന്നിൽ, ഖലഖഹു വസവ്വറഹു, സൃഷ്ടിക്കുക മാത്രമല്ല അതിനെ രൂപപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. വശഖ്ക സംഅഹു, അതിന് ചെവി കീറി കൊടുത്തിരിക്കുന്നു. വബസറഹു, കണ്ണും, കാണാനുള്ള ശക്തിയും കേൾക്കാനുള്ള ശക്തിയും കൊടുത്തിരിക്കുന്നു. തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ഏറ്റവും സുന്ദരമായി ഏറ്റവും ഭംഗിയായി സൃഷ്ടിക്കുന്ന അള്ളാഹു അനുഗ്രഹീതനായിരിക്കുന്നു എന്ന് ഉള്ള ദിക്റാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഈ ദിക്റൊക്കെ നിയ്യത്തൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, വേണ്ടവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിലിട്ടിട്ടുണ്ട്, അത് നോക്കി പഠിക്കാം. അതിനുശേഷം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രത്യേകം ആ ആയത്തിൽ എന്താണോ പറഞ്ഞത് ആയത്തിൻ്റെ സന്ദർഭവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ ഉൾപ്പെടുത്താം എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിനുശേഷം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നേരെ എങ്ങോട്ട് വരുന്നു? മുൻപുണ്ടായിരുന്ന ഇരുത്തത്തിലേക്ക് വരുന്നു, സലാം വിട്ടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതാണ് തിലാവത്തിൻ്റെ സുജൂദിൻ്റെ രൂപം. അപ്പോൾ നമ്മളൊക്കെ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണെങ്കിലും ഈ സജദ എന്ന് കാണാറുണ്ട് എങ്കിലും സജദയുടെ ആയത്തുകൾ ഓതാറുണ്ടെങ്കിലും നമ്മൾ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ആ ശീലം മാറ്റി ചെയ്യാൻ ശ്രമിക്കുക. വളരെ നല്ലൊരു കാര്യമാണ്. അള്ളാഹു സുജൂദ് ചെയ്യാനും സ്വർഗം നേടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.